ബ്ലഡി നോൺസെൻസ്. ആരാടവൻ? പോയി പിടിക്ക്. തന്നെ റിമാൻഡിൽ വെച്ച ജഡ്ജ് സദാശിവത്തിന് മേലെ പ്രതികാരം ചെയ്യാനായി വെറ്റില മുറുക്കി തുപ്പിയതിനാൽ പത്മയെ 7 ദിവസത്തെ തടവിന് വിധിച്ചിരിക്കുന്നു. എന്റെ ജീപ്പിൽ എന്തീ കാണിക്കുന്നത്? എന്റെ പത്മേട്ട, എന്തിനാ ആവശ്യമില്ലാതെ സാരി ഉടുക്കാന്ന് പറഞ്ഞ് മുരുകൽ സാറിന്റെ അടുത്ത് ചാലഞ്ചൊക്കെ ചെയ്യാൻ പോയത്? അത് ഏട്ടൻ മറന്നു, പക്ഷെ നാട്ടിലുള്ള ആരും മറന്നിട്ടില്ല. 1500 സാരിയാ ജയിലിലേക്ക് കൊടുത്ത് അയച്ചിരിക്കുന്നത്. രാത്രി ഉറക്കമൊന്നുമില്ലാതെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജയിലർ എന്നോട് പറഞ്ഞത്. ഉറങ്ങിയിട്ട് 28 ദിവസമായി. തലയൊക്കെ വേദനിച്ചു ചുമയ്യ. മുരുകവേലുണ്ടായ അസുഖം ഇപ്പൊ എനിക്കും ബാധിച്ചു. അതെ അതെ, അന്നേ അവന്റെ പണി അങ്ങ് തീർക്കേണ്ടതായിരുന്നു. അവന്റെ അടുത്തൊക്കെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ ഇത്രയും ദിവസമായിട്ട് നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിഞ്ഞത്? ഇനി ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ പോയി കുടുങ്ങണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കാതെ പോവല്ലേ? ഇനി അവനെന്നല്ല ആരും തന്നെ വിടാൻ പോകുന്നില്ല. മജീദേ, ഞാനിന്ന് ജീപ്പ് എടുത്തിട്ടില്ല. എന്നെ സൈക്കിളിൽ വീട് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. ശരി, വാ അണ്ണാ. നീ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ജംഗ്ഷൻ റോഡിൽ ലൈസൻസ് ഇല്ലാതെ ഇവിടുന്ന് 10 വണ്ടി പിടിച്ചിട്ടുണ്ട്. അതിൽ ബാപ്പയുടെ വണ്ടിയുണ്ട്. അത് പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചതാ. നീ എന്താ എന്നെ നോക്കി സംസാരിക്കാത്ത? എന്തോ തെറ്റ് നടക്കുന്നുണ്ടല്ലോ. എന്ത് പറ്റിയെന്ന് പറയടാ. ഞാനെന്ത് തെറ്റ് ചെയ്യാനാ? കണ്ണു നോക്കി സംസാരിക്കാൻ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അപ്പൊ എന്നെ നോക്കി സംസാരിക്കേ. എടാ, എന്റെ മുഖത്ത് നോക്കി സംസാരിക്കടാ. ഞാനും മനുഷ്യനാണ്. നിങ്ങളെ മുമ്പിൽ എനിക്ക് അഭിനയിക്കാൻ വയ്യ. വരുന്ന വഴിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അവരോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് വയ്യ. നിന്റെ ഒരു കാര്യം. എടാ, ഇതിനാണോ കരയുന്നത്? മരം വണ്ട. അവര് നിന്റെ ഫ്രണ്ട്സാണ്. നിനക്ക് എപ്പോൾ വേണമെങ്കിലും അവർ മീറ്റ് ചെയ്യാം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരിപ്പോ പണ്ടത്തെ പോലെ അല്ല. ഒരുപാട് മാറ്റമുണ്ട്. 1 മാസം മുമ്പ് പത്മയുടെ ഫോട്ടോ ആയിരുന്നു അവരുടെ വാട്സാപ്പ് പ്രൊഫൈൽ പിക്ചർ. ഇപ്പൊ ആരുടെ ഫോട്ടോ ആണെന്ന് നിനക്കറിയോ? അവന്റെ അമ്മയുടെ ഫോട്ടോ. നിങ്ങൾക്ക് അറിയാട്ടോ, അവന് വാട്സാപ്പിൽ DP മാറ്റി മാറ്റി നിങ്ങളെ ഇങ്ങനെ പറ്റിച്ചോണ്ടിരിക്കുക. അവര് ഇനിയും മാറിയിട്ടൊന്നുമില്ല അണ്ണാ. നിങ്ങൾ നല്ല മനുഷ്യനാ. അവര് മോശക്കാരാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാ. നേരെ പുലരുന്നതിന് മുമ്പ് നിങ്ങളെ കൊല്ലണമെന്ന പത്മ പറഞ്ഞത്. അതിനുവേണ്ടി അവരെന്നെ വിളിച്ചിട്ടുണ്ടണ്ണ. ഇപ്പൊ ഞാൻ അവരെ കൂടെ പോയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവരെന്നോട് കൂട്ടുണ്ടാവില്ല ചേട്ടാ. അതുകൊണ്ടൊന്നും ഞാൻ ആ പത്മ പറയുന്നത് കേൾക്കില്ല. എൻ്റെ ഫ്രണ്ട്സ് പറയുന്നതാ കേൾക്കാറ്. പോട്ടെ ഏട്ടാ, എന്നോട് ക്ഷമിക്കണം. ഞാൻ മരിച്ചു കഴിഞ്ഞ് നിനക്ക് വേദനിക്കൂടാ. ആ വേദന അവരെ നന്നാക്കും. ഹാപ്പി ദീപാവലി. ഡെയിലി നിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തോണ്ടേയിരിക്കും. നീയേ ഒരാളെ നന്നായി കാണിക്കേ, ഞാൻ നിന്നെ ഉറങ്ങാൻ സമ്മതിക്കാം. ഒരാളെ നന്നായി കാണിക്കേ, ഞാൻ നിന്നെ ഉറങ്ങാൻ സമ്മതിക്കാം. ഏരിയയിലുള്ളവരൊക്കെ ഞാനൊരു പെണ്ണെന്നും പറഞ്ഞ് സാരി തന്നയച്ചിരിക്കുക. ഇവരുടെയൊക്കെ മുന്നിൽ നീ എന്നെ ഒന്ന് ജയിക്ക്. നിന്നെ അവസാനിപ്പിച്ചിട്ട് വേണം ഇവരുടെ മുന്നിൽ എനിക്ക് ആണെന്ന് കാണിക്കാൻ. ലോ BP 40 താഴെ. ഇനി നിനക്കൊന്നും ഓർമ്മയുണ്ടാവില്ല. പറയേ, നിന്റെ അമ്മയുടെ പേരെന്താ? പറയാൻ കഴിയുന്നില്ലേ? കുറച്ച് സമയത്തിനുള്ളിൽ നിന്റെ പേരും മറക്കും. എൻ്റെ പേര് മറക്കുന്നതിന് മുമ്പ് നിനക്കുള്ളത് ഞാൻ തരാം.
തല ചുറ്റുന്നുണ്ടോ? ശരിക്ക് കണ്ണു തുറന്ന് നോക്ക്. എന്നെ മനസ്സിലാവുന്നുണ്ടോ? ആദ്യമായിട്ട് അവർ തന്നെ കൈകൊണ്ട് തല്ലി കൊല്ലാൻ പോകുന്നേ. അവസാനമായി അവന്റെ മുഖം കാണേണ്ടവർക്കൊക്കെ കാണാം. വായിക്കരിടുന്നവർക്കൊക്കെ ഇടാം. എന്റെ അടുത്ത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ തുണിയുരിഞ്ഞ് നാറ്റിച്ചു കൊല്ലുമെന്ന്. ആരും കണ്ണടയ്ക്കാൻ പാടില്ല. എല്ലാവരും കാണും ഇൻസ്പെക്ടർ മുരുകവേലെ അവനാണാണോന്ന്. കാണടാ. തല്ലിയത് ആരെയാണെന്ന് അറിയാമടാ? എന്റെ ചേട്ടൻ ഒരുത്തനെ തൊടാൻ സമ്മതിക്കില്ല. എന്താടാ പറ്റിയ നിങ്ങൾക്ക്? ഹേയ്, അവനാണോ നിങ്ങൾക്ക് വലുത്? എടാ മക്കളെ, അവൻ വെറും ഒരു പോലീസാ. അദ്ദേഹാടാ ബെസ്റ്റ്. നീ വേസ്റ്റ് ആടാ. ഇതുവരെ നിന്നെ പേടിച്ചാണ് ഇവരെല്ലാം കട അടച്ചത്. പക്ഷെ നിന്റെ വാക്ക് കേട്ട് ഞങ്ങൾ അദ്ദേഹത്തിന് വയറ് കയറിയപ്പോ പുള്ളിയോടുള്ള സ്നേഹം കാരണം എല്ലാരും കട അടച്ചിട്ട് ഹോസ്പിറ്റലിൽ എത്തിയടാ. ഈ നാഴിയരിക്ക് വകയിലെ തെമ്പോക്കികളൊക്കെ കടയടച്ച അവരൊക്കെ മാസാവോ? മരിക്കാൻ പോകുന്നവന്റെ പിന്നിൽ എന്തിനാടാ മക്കളെ നിൽക്കുന്നേ? നിങ്ങൾക്ക് വലിയ തെറ്റാ പറ്റിയ മക്കളെ. നിങ്ങളുടെ മുരുകവേല് മരിക്കാൻ പോവാ. അവനോടൊപ്പം നിങ്ങളെയും ഞാൻ കൊല്ലും. ഞങ്ങളാണ് നിന്നോട് ചാലഞ്ച് ചെയ്തടാ. നിന്റെ കയ്യും കാലും തല്ലി ഒടിച്ച് പിച്ചെടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിന്റെ തലയെടുക്കാതിരിക്കുന്നത്. ജീവൻ തന്നെ നിനക്ക് പിച്ചയായിട്ട് ജീവിച്ചു. പ്രശസ്ത ഗുണ്ടയായ പത്മയുടെ കൂടെ കൂലിത്തല്ലിനായി പ്രവർത്തിച്ചിരുന്ന 8 ബാലകന്മാർ കമ്മീഷൻ ഓഫീസിൽ കീഴടങ്ങി. ദുഷ്ടന്മാരാണ് ഈ ലോകത്തിൽ വിജയം കൈവരിക്കുന്നവർ. എന്നാൽ നല്ലവർക്ക് തോൽവി മാത്രമേ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ഒരു കുറ്റവാളിയാകണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറ ഈ ആപത്തിനെ നോക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് തടയണമെങ്കിൽ നിങ്ങൾ എവിടെ നല്ലവരെ കണ്ടാലും
അവരെ ജയിപ്പിക്കണം. ഇത്